ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. 10th വെഡിങ് ആനിവേഴ്സറി. 10 വർഷമായി ഞാൻ അച്ഛനെ എന്നെ സഹിക്കാൻ തുടങ്ങിയിട്ട്. അത് തന്നെ 10 വർഷമായി. പലരും ചോദിക്കുന്ന വേറൊരു കാര്യമാണ്, നിങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് ആണോ അതോ ലവ് മാരേജ് ആണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പറയും ഞങ്ങളുടെ അറേഞ്ച്ഡ് ലവ് മാരേജ് ആയിരുന്നു. എല്ലാവരും തന്നെ മിക്കവാറും ആളുകൾ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ എക്സാക്ട്ലി അറേഞ്ച്ഡ് ലവ് മാരേജ് ആയിരുന്നു ഞങ്ങളുടെ. കാരണം ആദ്യം കല്യാണ ആലോചന വന്നു, ആലോചന മുറുകി, എൻഗേജ്മെൻറ്റിന് ഹാള് ബുക്ക് ചെയ്തു, എല്ലാം ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് ഹാള് ബുക്ക് ചെയ്ത് ഇരുന്ന സമയത്ത് കല്യാണം മാറി. വീണ്ടും കുറേ കാലത്തിന് ശേഷം ഞാനിവളെ വളച്ചൊടിച്ച് കുപ്പിയിലാക്കി കല്യാണം കഴിച്ചു. പറയുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒത്തിരി അതൊരു വലിയൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ ന്യൂസിലാൻഡിൽ എത്തി നിൽക്കുന്നതും വേറെയും പല സ്ട്രഗ്ലിംഗ് പീരീഡൊക്കെ തരണം ചെയ്തിട്ടാണ്. അതെ, ഓരോ പീരീഡ് ഉണ്ട്. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം നമുക്ക് സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു രക്ഷകരായിട്ട് വരുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഈ ഒരു അവസരത്തിൽ ഞാൻ അവരെ ഓർമ്മിക്കുകയാണ്. എൻ്റെ ഉറ്റ സുഹൃത്തുക്കളായ രഞ്ജി, ഷൈജു എന്നൊക്കെ പറയുന്നത് ഇന്ന് പള്ളിയിലെ അച്ഛനുമാണ്, പിള്ളേരുടെ അച്ഛനുമാണ്. ഞങ്ങളൊരു ഗ്യാങ് ഉണ്ട്, ഞങ്ങളുടെ ഒരു ടീം. അതുപോലെ തന്നെ കസിൻസ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഇങ്ങനെയുള്ള എല്ലാവരും നമ്മുടെ കല്യാണമൊക്കെ വളരെ മനോഹരമാക്കി തന്നു. അപ്പോൾ അവരെയൊക്കെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കുന്നു. അമല എപ്പോഴും പറയുമായിരുന്നു നമ്മുടെ വെഡ്ഡിങ് ആൽബം, വെഡ്ഡിങ് വീഡിയോ ഇത് ഇറക്കാൻ പറഞ്ഞിട്ട് എല്ലാ വർഷവും അവൾ നിർബന്ധിക്കും. പക്ഷേ ഞാൻ അന്നും പറയും 10th വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മാത്രമേ ഞാൻ വെഡ്ഡിങ് വീഡിയോ തരുള്ളൂ എന്ന് പറയും. വെഡ്ഡിങ് ആൽബം ഇറക്കിയിട്ടില്ല, ആൽബം ഇനി നമുക്ക് 25th വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇറക്കാം. അപ്പോൾ ഞാൻ വാക്ക് പാലിച്ചു, 10th ആനിവേഴ്സറിക്ക് നമ്മുടെ വെഡ്ഡിങ് ഫിലിം ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നത്. അതായത് 10 വർഷത്തെ മാറ്റങ്ങൾ, അന്നത്തെ ടെക്നോളജിയിലുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ ആളുകൾക്ക് വന്ന വ്യത്യാസങ്ങൾ. അന്ന് നമ്മുടെ കല്യാണത്തിൽ പങ്കെടുത്ത പലരും ഇന്ന് മൺമറഞ്ഞു പോയി, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്കിലും അവരെ നമ്മൾ ആ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ അംഗങ്ങൾ കൂടിയിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ 10 വർഷത്തിനിടയിൽ സംഭവിച്ചു. അന്ന് വീഡിയോ എടുക്കാനൊക്കെ ഉപയോഗിച്ചത് പല ക്യാമറകളും DV ക്യാമറകളാണ്, അതായത് കാസറ്റ് ഇടുന്ന കൂട്ട് ക്യാമറകൾ. അപ്പോൾ ആ കാസറ്റിൽ നമുക്കത് ഡിജിറ്റലൈസ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് പല വിഷ്വൽസും മിസ്സായി. അമലയുടെ സൈഡിൽ നിന്നൊക്കെ എടുത്തത് എല്ലാം മിസ്സായി. അപ്പോൾ ഉള്ള വിഷ്വൽസൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ. അപ്പോൾ അമ്മയുടെ അപ്പയുടെ വെഡിങ് ആനിവേഴ്സറി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാം.
ഒന്നിച്ചിട്ട് ഇന്നേക്ക് 10 വർഷങ്ങൾ. ഇണങ്ങിയും പിണങ്ങിയും വർഷങ്ങൾ പോയതറിഞ്ഞില്ല. സന്തോഷങ്ങളും ഉല്ലാസങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും നമ്മൾ ഒന്നിച്ചു പങ്കുവച്ചു. ജീവിതം അതൊന്നേയുള്ളൂവെന്നും അത് ആസ്വദിക്കുവാനും ആഘോഷിക്കാനുമുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ നാളുകൾ. വരും നാളുകളും അതിമനോഹരമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ വിവാഹദിനം പോലെ. ചന്തം പകർന്നിടാം.